ഇന്നൊരു ബിരിയാണി സ്പെഷ്യലാട്ടോ. ബിരിയാണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരി ബിരിയാണി എന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഒരു ഇൻ്റർവ്യൂവിൽ റിയാസാണോ, ഞാൻ ചെറുക്കൻ്റെ പേര് മറന്നുപോയി. അവനപ്പം ഉമ്മ ഉണ്ടാക്കുന്ന തരി ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതെന്താ ഈ തരി ബിരിയാണി. അപ്പം നമ്മുടെ കണ്ണൂരുകാരൻ പുതിയാപ്പിളയോട് ചോദിച്ചു ഈ തരി ബിരിയാണി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റവയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ ഒന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ എന്ന് അന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് മുഴുവൻ തരി ബിരിയാണി ഉണ്ടാക്കുന്നു കുറേ ആയി. ഇപ്പോൾ ഇന്നലെ ഹോം ബേക്കേഴ്സിൻ്റെ വീഡിയോയും കൂടി കണ്ടപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇന്ന് തരി ബിരിയാണി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം. നമുക്കിനി എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പതിവ് പോലൊരു പാൻ അടുപ്പിൽ വെച്ചു. പാൻ ചൂടായപ്പോഴത്തേക്കിന് എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി സീസൺ ചെയ്യാനായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരി വെച്ചു. പിന്നെ എണ്ണയ്ക്കകത്തോട്ട് സവോള ഇട്ടു, ഉപ്പ് ഇട്ടു. അതിന് സവോള നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തു. അത് നന്നായിട്ട് അതിൻ്റെ പച്ച ഇത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് തക്കാളി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് തക്കാളി ഒന്ന് വഴണ്ട് വന്നില്ല. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ മീറ്റ് മസാലയും ഗരം മസാലയാണ് ചേർത്തത്. ഇപ്പം ഞാൻ ബീഫാണ് ചേർക്കുന്നതുകൊണ്ടാണ് മീറ്റ് മസാല 2 സ്പൂൺ മീറ്റ് മസാലയും 1 സ്പൂൺ ഗരം മസാലയും. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചു, അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി. പിന്നെ അതിൻ്റെ ബീഫ് വലിയ പീസായിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതെൻ്റെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ. ഞാൻ ഒരു മുട്ടയും കൂടി അതിൻ്റെ അകത്ത് പൊട്ടിച്ച് ഒഴിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു രസം, എന്തെങ്കിലും നമ്മുടേതായ ഒരു സ്റ്റൈലും കൂടി വേണ്ടേ അതിൻ്റെ അകത്ത്. അപ്പം അതും കൂടി എന്നിട്ട് ഫുള്ള് മിക്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് റവയുടെ കണക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വെള്ളം കളന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 1 ഗ്ലാസ് റവയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം, അങ്ങനെ. അപ്പോൾ ആദ്യം ഇത് റവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. കണ്ടോ ഇപ്പോൾ വൈറ്റ് കളർ നമ്മൾ കാണുന്നില്ലല്ലോ, ഫുൾ ആ മസാലയുടെ ഇതായിട്ട് മിക്സ് ആയില്ലേ. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം 1 ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അടുത്ത ഗ്ലാസ്സോട്ട് ഒഴിക്കാൻ. അങ്ങനെ നന്നായിട്ട് എല്ലാം കൊണ്ട് ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി തട്ടിപ്പൊത്തി വെക്കുന്ന പോലെ പൊത്തി വെച്ചിട്ട് തീ ഓഫ് ചെയ്തു. ഓൾറെഡി നെയ്യില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ഇട്ടത്. ബട്ടർ ഇട്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് ബട്ടറൊക്കെ നല്ല മെൽറ്റായി, നല്ല സൂപ്പർ സാധനമായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഓക്കെ, താങ്ക് യു.